Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram, Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. Feltron, the future is on. Greeting Al Madina Group, door to freshness. നമസ്കാരം, എല്ലാ മണി പ്രേക്ഷകർക്കും ഫോക്കസിന് മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഗെയിം ഷോ. നമസ്കാരം, എല്ലാ മണി പ്രേക്ഷകർക്കും സാംസങ് ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഒത്തിരി ഫാമിലീസ് ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. മോന്റെ പേരെന്താ? അമൽ. എന്ത് ചെയ്യാ? പഠിക്കുന്നു. മോളുടെ പേരെന്താ? എന്ത് ചെയ്യാ? ഫസ്റ്റ് ഇയർ ഡിഗ്രി. എവിടെയാ പഠിക്കുന്നത്? കോപ്പറേറ്റീവ് ആർട്സ്. പേരെന്താ? ശലഭ. എന്ത് ചെയ്യാ? 9th പഠിക്കാണ്. ഏത് സ്കൂളാ പഠിക്കുന്നത്? ശ്രീനാരായണ പബ്ലിക്. നന്നായിട്ട് പഠിക്കൂ. നന്നായിട്ട് പഠിക്കും. ആംബിഷൻ എന്താണ്? അഡ്വക്കേറ്റ് ആവണം. ഫൈൻ. പേരെന്താ ആന്റിയുടെ? ദിവ്യ. എന്ത് ചെയ്യാ ആന്റി? ഹൗസ് വൈഫ് ആണോ? അല്ല, വർക്ക് ചെയ്യാ. ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്ന? ചേച്ചിയുടെ പേരെന്താ? സുപ്രഭ. എന്ത് ചെയ്യാ? ഹൗസ് വൈഫ്. ഹൗസ് വൈഫാ. ഓക്കെ. മോളുടെ പേരെന്താ? എന്താ? എന്ത് ചെയ്യാ? വീട്ടിലിരിക്കുക. കളിക്കാറുണ്ടോ? കളിക്കാറില്ലേ? ഷേ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ കുട്ടി പറഞ്ഞ് കേൾക്കുന്നത്. എന്താ, ഒന്നും കളിക്കാറ് ഇഷ്ടമേ അല്ല? മോളുടെ പേരെന്താ? ജൂഹി. എന്താ? ജൂഹി. എന്ത് ചെയ്യാ? പഠിക്കും. എത്രാം ക്ലാസ്സിലാ? ഏതാ? ഓക്കെ. ഈ സ്കൂളാ പഠിക്കുന്നത്? സെന്റ് തെരേസാസ് കോളേജ്. അങ്കിളുടെ പേരെന്താ? എന്ത് ചെയ്യാ അങ്കിൾ? ഓക്കെ. സോ അങ്കിൾ ഫ്രീ ടൈം കിട്ടുമ്പോ കുട്ടികളൊക്കെ പുറത്ത് കൊണ്ടുപോകാറുണ്ടോ? ഒരു പാട്ട് പാടുവോ? പാട്ട് പാടുമല്ല, പാട്ട് പാടും. കൈരളി ടിവിയിൽ ഒത്തിരി ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഒരു മനോഹരമായ സോങ് പാടിക്കേ, കേക്കട്ടെ എല്ലാരും. അക്കരയിലെ മരക്കണ്ടത്തിൽ മരമടിയുടെ തുരുഷമേ ചെമ്പോരനും മാമ്പോരനും ഇടത്തും വലത്തും വച്ച് കെട്ടി ചെമ്പോരൻ ചെന്ന് അങ്ങോട്ട് മടക്കുമ്പോൾ മാമ്പോരൻ ചെന്ന് തട്ടി ഇളക്കുന്നു മാമ്പോരൻ ചെന്ന് അങ്ങോട്ട് മടക്കും ചെമ്പോരൻ ചെന്ന് തട്ടി ഇളക്കും. അക്കരയിലെ മരക്കണ്ടത്തിൽ മരമടിയുടെ തുരുഷമേ കഴട്ടി മീനും കുറിച്ച് കെട്ടി പത്തിന് മീനെ മറിയുമേ. അക്കരയിലെ മരക്കണ്ടത്തിൽ മരമടിയുടെ തുരുഷമേ ചെമ്പോരനും മാമ്പോരനും ഇടത്തും വലത്തും വച്ച് കെട്ടി. സോ മനോഹരമായ ഒരു കുട്ടി നമുക്കിവിടെ പാട്ട് പാടി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. എല്ലാം റെഡിയാണോ? എല്ലാവരും കാണുമ്പോൾ തന്നെ അറിയാം, സന്തോഷമായിട്ട് ഇരിക്കില്ലേ? റെഡിയാണോ? റെഡിയാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ടൈമായി കഴിഞ്ഞു. നമുക്ക് ചോദിച്ചു നോക്കാം. വാസ്തുവിദ്യ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. മോനെ അറിയോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? സയൻസ്. അപ്പൊ ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മോനെ അറിയോ? എങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനിപ്പോ ഇത് എത്ര പേരോട് ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആലോചിച്ച് പറയണം കേട്ടോ. ഇപ്പൊ ഈ മോൻ പറയും. മോളെ പറഞ്ഞോളൂ. അറിയോ? എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ ഇവിടെ നിന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. പറയൂ. ഒരു ഊഹവും ഇല്ല. ഫേവറേറ്റ് സബ്ജക്ട് എന്താ? അതും കൂടെ ചോദിച്ചോട്ടെ. ഇംഗ്ലീഷ്. ഓ, അത് ലാംഗ്വേജ് ആണ് മോളെ, സബ്ജക്ട് അല്ല. കുഴപ്പമില്ല. അപ്പൊ ടീച്ചർ ആവാനാ താല്പര്യം? അതുകൊണ്ടായിരിക്കും ഇത്. ഞാൻ മെയിൻ എടുത്തതും ഇംഗ്ലീഷാ. ആണ്. ഓക്കെ, അറിയോ? ഹിസ്റ്ററി. ഇവിടെ രണ്ടുപേരൊന്നും പറഞ്ഞില്ല. അതിന് പുള്ളിക്കാരി ഒരു ആൻസർ എങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഗേൾ. എന്നാലും ആൻസർ കറക്റ്റ് അല്ല. ഒന്നും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആർക്കിടെക്ചർ. കെമിസ്ട്രി. സോറി, കെമിസ്ട്രി അല്ല. ഒന്നും കൂടി ആലോചിക്കും. എൻ്റെ ഇടയ്ക്ക് കിട്ടിയ ആൻസർ ആർക്കിടെക്ചർ അല്ല ആന്റി. ഒന്നും കൂടി വാസ്തുവിദ്യ. അത് കെട്ടിടം പണിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ? പക്ഷെ ആൻസർ അതല്ല. ഞാൻ ഇവിടെ എത്ര പേരോടത്തും കൂടെ ചോദിച്ചിട്ട് വരാം. ഒരു ചാൻസും കൂടെ തന്നേക്കാം. ഓക്കെ, എന്നാ ആലോചിക്കുക. ആന്റി എങ്ങനെയാ? കിട്ടുന്നുണ്ടോ എന്തെങ്കിലും? വാസ്തുവിദ്യ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? വീട് വെക്കുന്നതായിട്ട്. ഇവിടെ ആ ഒരു ആൻസർ പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം. സോ ക്ലൂ കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ക്ലൂ തരാം. ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയാണ്. 3 ക്ലൂ തരാം. ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി. ജോഗ്രഫി. ഇതിൽ ആരാ ആദ്യം പറഞ്ഞത്? സത്യം പറയണം. എനിക്ക് ചേച്ചി പറയൂ, ഇതിൽ ആരാ ആദ്യം പറഞ്ഞു? ഞാൻ എന്താ ജോഗ്രഫിന്ന് ഒരുമിച്ച് എനിക്ക് ആൻസർ കിട്ടി. എനിക്ക് മനസ്സിലായില്ല. ഇതിൽ ആദ്യം ആർക്കായാലും കുഴപ്പമില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? സിസ്റ്റേഴ്സ്. അതാണ്. അപ്പൊ രണ്ടുപേർക്ക് ആര് കിട്ടിയാലും ഒരു വീട്ടിലല്ലേ പോകുന്നത്. അതാണ്.
സോ ഇവിടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യാൻ സമയം കഴിഞ്ഞു. സമൃദ്ധി കുക്കറികളുടെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. നമ്മളെ ട്വിൻ സിസ്റ്റേഴ്സ് ആണ് അത് അടിച്ചു മാറ്റിയിരിക്കുന്നത്, വെച്ചോളൂ. അതുപോലെ തന്നെ പെരിയാർ റൈസിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. സോ സാംസങ് ആൻഡ് സാംസങ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച കാണാൻ ഇന്നത്തെ ഹെൽത്ത് പ്ലസ് നമ്മൾക്കായി അവതരിപ്പിക്കുന്നു ദുബായിലെ കോസ്മോപൊളിറ്റൻ മെഡിക്കൽ സെന്റർ. കോസ്മോപൊളിറ്റൻ മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ദുബായിലെ കോസ്മോപൊളിറ്റൻ മെഡിക്കൽ സെന്ററിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ SMS പിള്ളയാണ്. ഡോക്ടർക്ക് ഇന്ന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ സ്കിന്നിനെ കുറിച്ച് സംസാരിക്കാനാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മിഡിൽ ഈസ്റ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഒത്തിരി ആൾക്കാർക്ക് പ്രത്യേകതരം നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിൽ സ്കിൻ ഡിസീസ് ഒരുപാട് നമ്മൾ കാണാറുണ്ട്. കൺസ്ട്രക്ഷൻ ജോബിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുമ്പം അതേ ഒരുപാട് പേർക്ക് എക്സ്പോസ് ടു സിമെൻറ്റ്, ഡസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ട് അവർക്ക് അതിനായിട്ടുള്ള പ്രോബ്ലംസ് കാണാറുണ്ട്. രണ്ടാമത് നമ്മൾ ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്നു, ഒരുപാട് ചൂട് സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ വിയർപ്പും ചൂടും കാരണം ഒത്തിരി സ്കിൻ ഡിസീസ് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഹീറ്റ് റാഷ്, പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ പല ഇൻഫെക്ഷൻസ് ഹോട്ട് ക്ലൈമറ്റിൽ കാണാറുണ്ട്. അതേ തിരിച്ച് നമ്മൾ കോൾഡ് ക്ലൈമറ്റ് ആകുമ്പോൾ ഇവിടെ കുറച്ച് ടെമ്പറേച്ചർസ് താരുമ്പോൾ ഒരുപാട് പേർക്ക് സ്കിൻ ഡ്രൈനെസ് കാണാറുണ്ട്. സ്കിൻ കഴിഞ്ഞ് അവർക്ക് എക്സിമ എന്നുള്ള അസുഖം ഒത്തിരി പേർക്ക് ഡ്രൈ സ്കിൻ കാണണം വരാറുണ്ട്. ഈ ഡ്രൈനെസ് കാരണം ഡാൻഡ്രഫ് എന്നുള്ള ഇഷ്യൂസ് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ അധികം പേർക്ക് കാണാറുണ്ട്. മെയിനായിട്ടുള്ളത് ടെമ്പറേച്ചർ 45-50 ഡിഗ്രീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് സൺബേൺസ്, ഹീറ്റ് റാഷ്, അതൊരു മിലേറിയ റൂബ്ര എന്ന് പറഞ്ഞൊരു ഹീറ്റ് റാഷ് ഒക്കെ അവർ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം അസുഖങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെയും നമ്മൾ പറയുന്നത് റീഹൈഡ്രേഷൻ, വെള്ളത്തിൻ്റെ അംശം കൂടുതൽ കുടിക്കണം, സാൾട്ടിൻ്റെ അംശം കുറയും, അപ്പോൾ സാൾട്ട് വേണം. പിന്നെ അവരുടെ ഡ്രസ്സ്, പ്രത്യേകിച്ച് ഡ്രസ് കോഡ് എപ്പോഴും കോട്ടൺ ഡ്രസ്സേ പാടുള്ളൂ, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. പിന്നെ അങ്ങനെയുള്ള ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമ്മളെ സ്കിൻ ഡിസീസിൽ ഹാർട്ട് സീസിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. സിമെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ അലർജി പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഗ്ലൗസ് ഇടാതെ ജോലി ചെയ്യാൻ പാടില്ല. അവരുടെ ഡ്രസ് കോഡ്, പ്രത്യേകിച്ച് ചിലർക്ക് പെയിൻറ്റിങ്, സിമെൻറ്റ്, ഡസ്റ്റ്, അവർക്കുള്ള ഡ്രസ് കോഡ് ചെയ്യാതെ ജോലി ചെയ്ത് വരുമ്പോഴാണ് അവരുടെ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഉള്ള ഇഷ്യൂ വെച്ചാൽ ഈ ഹാർട്ട് സീസണിൽ ഷൂസും ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഒത്തിരി ആൾക്കാർ 10-12 മണിക്കൂർ ജോലി ചെയ്യുന്നത്. അത് കാരണം ഇവർക്ക് കാലിൽ ഫംഗസ് ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് ഈ ടോ വെബ്സിൽ അത്ലറ്റ്സ് ഫുഡ് എന്നുള്ളത് വളരെ വളരെ കോമൺ ആണ് ഇവിടെ. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ വിരലിനിടയ്ക്കുള്ള സ്വെറ്റ് ഇല്ലാതാക്കാൻ ഇല്ല, അതിന് ഡസ്റ്റ് പൗഡർ കിട്ടും, ഡാൽക്കം പൗഡർ പോലെ ഉപയോഗിക്കാം. സോക്സ് ദിവസവും കഴുകി അതിനെ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ലറ്റ്സ് ഫുഡ് ഒരു പരിധി വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വെൽക്കം ടു റിച്ച് ലേക്ക് പാലസ് ഹോട്ടൽ. You're here at the Regent Lake Village on the Ashtamuri Lake on the island. So all of you come and enjoy this nature's beauty. Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Feltron, the future is on. Jingo, 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 you look happy landani. Adam, chodam, udam, vada, happy landani. Kuchalatti kulikkan vada, unaladi parakam. Karul cheeri payam, nammude happy land kalikam. Endam happy land. Happy Land Amusement Park, തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ജോയ്സ് പാലസ്, ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. ഒരു കിടിലം ഐറ്റവുമായി ദുബായിലെ ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ. നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ലൈറ്റ് ടച്ചപ്പ്, മേക്കപ്പ് ടച്ചപ്പ്. കാരണം ഇപ്പോൾ ലേഡീസ് എല്ലാവരും ഡെയിലി ഓഫീസിൽ പോകുമ്പോഴും
കോളേജിൽ പോകുമ്പോഴും എല്ലാം ഒരു മിനിമം ഒരു ചെറിയൊരു പാർട്ടിക്ക് പോകുമ്പോഴും ഒരു ചെറിയൊരു ടച്ചപ്പ് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്നൊന്ന് ചെയ്യാനായിട്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കൺസീലർ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കും. ഓരോരുത്തരുടെ നിറത്തിനും സ്കിന്നിനും അനുസരിച്ചുള്ള ഷെയ്ഡ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ റൂഷിൻ്റെ ഷെയ്ഡും എല്ലാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു മേക്കപ്പ് എങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഷെയ്ഡ്, ഒരു സ്കിന്നിന് ഒരു ഷെയ്ഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എപ്പോഴും ചീക്കിൻ്റെ അവിടെ നമുക്ക് ഓരോ ഷെയ്ഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൈകൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു സ്പോഞ്ച്, ഒരു പേഴ്സണൽ യൂസിന് നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിക്കുന്നത് എപ്പോഴും നന്നാണ്. റൂഷും ഡിഫറൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കിട്ടും. കൺസീലർ തന്നെ ആ ഷെയ്ഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൂഷ് ഇടാം. ഇനി ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഒരു റൂഷിൻ്റെ ഷെയ്ഡാണ്. ആ റൂഷ് മാത്രം ഇടാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കാം. ജസ്റ്റ് ഫോർഹെഡ് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഉപയോഗിക്കാം. ഷെയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും അവിടെ പാച്ചസ് ഒന്നും നമ്മൾക്ക് കാണാൻ പാടില്ല. അതുപോലെ ചീക്ക് ബോൺസ്. ഇനി ജസ്റ്റ് നമുക്ക് ഒരു പൗഡർ, മാച്ചിങ് പൗഡറിലും ഒരു മാച്ചിങ് ഷെയ്ഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. അതേ ഷെയ്ഡ്സ് തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും എല്ലാം നമുക്ക് ഇപ്പോൾ സ്കിന്നിന് ചേർന്നിട്ട് ആ ഹൈലൈറ്റ് ഏരിയ നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. മേക്കപ്പ് ചെയ്യുമ്പോൾ നെക്കും എപ്പോഴും കവർ ചെയ്യാൻ നോക്കണം. ഇതാണ് ഫൗണ്ടേഷൻ ഇട്ടു നമ്മൾ കവർ ചെയ്തു. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ലൈറ്റ് മേക്കപ്പ് എങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ ഫൗണ്ടേഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഐബ്രോസാണ്. കണ്ണിൻ്റെ ആ ഒരു ഷെയ്ഡ്, കണ്ണിൻ്റെ ആ ഭംഗി എടുത്ത് കാണിക്കണമെങ്കിൽ കൺമഷി വളരെ നന്നായിരിക്കും. പല നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് നമ്മളുടെ ഡ്രസ്സിന് യോജിച്ച് അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചെയ്യാം. ലിപ്സ്റ്റിക് ആദ്യം ലിപ്പ് നമുക്ക് ഷേപ്പ് ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ തിൻ ലിപ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു തിക്കാക്കി നമുക്ക് എടുക്കാൻ പറ്റും, കുറച്ചും കൂടി വലിപ്പം അനുസരിച്ച്. പക്ഷേ ഈ ലിപ്പ് നമുക്ക് ഒന്നും ചെയ്യേണ്ടത്, കാരണം ഒരു വളരെ നോർമൽ ഒരു ലിപ്പാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും ഒരു ചെറിയ പാർട്ടിക്ക് പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു ഇതിൽ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല. കൺസീലർ മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടേ ഉള്ളൂ. അതിനുശേഷം പൗഡർ ഇട്ടു, പിന്നെ കണ്ണിൻ്റെ മേക്കപ്പ് എല്ലാം വളരെ ലൈറ്റായിട്ട് ഉപയോഗിച്ചു. പെട്ടെന്ന് ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്കിത് അവസാനിക്കും. ഗിറൈസ് റെസ്റ്റോറന്റ് കുക്കറി ഷോയുടെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗിറൈസ് റെസ്റ്റോറന്റിന് ഒരുപാട് വിഭവങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ ചിക്കൻ സിസ്ലർ ഇന്നിവിടെ തയ്യാറാക്കി തരുന്ന ഇവിടുത്തെ മാസ്റ്റർ ഷെഫായ സുനിലാണ്. ഹായ് സുനിൽ. ഹലോ. ചിക്കൻ സിസ്ലർ അല്ലേ? ചിക്കൻ സിസ്ലർ. ഓക്കെ, ഇതൊരു കോണ്ടിനെന്റൽ ഐറ്റം ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക് സോസ്, ബ്രൗൺ സോസ്, സോയ സോസ്, ടൊമാറ്റോ ഗാർണിഷിന്, ബട്ടർ, ബസുമതി റൈസ്,
സൺഫ്ലവർ ഓയിൽ, ബോയിൽഡ് വെജിറ്റബിൾ, ചിക്കൻ, കുറച്ച് ക്യാരറ്റ് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം എന്താണ്? ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ജസ്റ്റ് വേറൊരു പാനിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരുന്നു. മാരിനേറ്റിന് ചെയ്തിരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാവോ? മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് സോയ ആഡ് ചെയ്തിട്ടുണ്ട്, സോയ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ബ്രൗൺ സോസ് മിക്സിംഗ് ആണ്, ലെമൺ സോസ് ആഡ് ചെയ്ത് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്താണ്. ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഡീപ് ഫ്രൈ ആണോ? ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? അപ്പൊ കുറച്ച് ഓയിൽ, വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഹെൽത്തി ഡിഷ് ആണ്. വളരെ കുറച്ച് മതിയോ? ഇത് നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് അത്രയും മതിയാവും. അതിനകത്തേക്ക് ഈ ബ്രസ്റ്റ് പീസ് ഫ്രൈ ചെയ്തെടുക്കും. ചിക്കൻ ചിക്കൻ സിസ്ലറിന് ആവശ്യമായ ബ്രസ്റ്റ് പീസ് ഒന്ന് ബ്രൗണിഷ് ആവണം അല്ലേ? എന്നിട്ട് മറിച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പൊ ഏകദേശം ബ്രൗൺ കളർ ആയില്ലേ? മറിച്ചിടാം. ടൊമാറ്റോ എടുത്ത് ചിക്കൻ ഏതാണ്ട് ഒരു ബ്രൗൺ കളറായി 2 വശവും മറിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തു. അതിനുശേഷം ഒരു ടൊമാറ്റോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഗാർണിഷിംഗ് ആണ്. അതിനകത്തേക്ക് ഒരു സെലറിയുടെ ഒരു തണ്ട്, ഒരു 3-4 ലീഫ് ഉള്ള വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ പാനിലേക്ക് വെച്ച് ബോയിൽ ചെയ്തെടുക്കും അല്ലേ? അപ്പൊ ഇത് ബോയിലായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വാടി, ലീഫൊക്കെ ഒന്ന് വാടി. ഇനി എന്താണ് അടുത്ത സ്റ്റേജ്? എങ്ങനെയാണ്? നമുക്ക് ഈ ചിക്കനും ടൊമാറ്റോയും മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ബട്ടർ റൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സിസ്റ്റർ പ്ലേറ്ററിലേക്കാണോ? അല്ല, സിസ്റ്റർ പ്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബട്ടർ റൈസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം അല്ലേ? ഇനി എന്താണ് അടുത്ത സ്റ്റേജ്? എങ്ങനെയാണ് അടുത്ത റൈസ്? നമുക്ക് ബട്ടർ റൈസ് പ്രിപ്പയർ ചെയ്യാം. പാൻ ചൂടാവുമ്പോൾ കുറച്ച് ബട്ടർ, ഒരു ടീസ്പൂൺ ബട്ടർ, ഒരു കപ്പ് റൈസ് ആണ്. അത് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഉണ്ട്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ബട്ടർ, ബസുമതി റൈസ്, ക്യാരറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തു. അത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയാണ്. അത് സെപ്പറേറ്റ് നമ്മൾ വേറെ മാറ്റി വെച്ചു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വേറെ വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ വെച്ചിട്ടുണ്ട് ഗാർണിഷിന്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. ഇനി അടുത്ത എന്താണ്? ആദ്യം നമ്മൾ പ്ലാറ്റർ എടുത്തിട്ട് പ്ലാറ്ററിന്റെ ഇതിൽ ഒഴിച്ചുകൊണ്ടിരിക്കും. അത് വെച്ച് നമ്മൾ കാബേജ് ലീഫ് അതിന്റെ മേലെ വെച്ചതിന് ശേഷം ചിക്കൻ ആഡ്, ടൊമാറ്റോ. ഓക്കെ, പ്ലേറ്റർ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ചൂടാറാത്തൊരു വിഭവമാണെന്നാണ് ഷെഫ് പറയുന്നത് അല്ലേ? എപ്പോഴും നന്നായിട്ട് ചൂടായിട്ട് കഴിക്കുന്നത് വരെ. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റാം അല്ലേ? നമുക്ക് ഇത് ആദ്യം എടുക്കാം. ഇതെടുത്തിട്ട് വളരെ ഹീറ്റാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഹീറ്റ് ആയിട്ടിരിക്കുന്ന പ്ലേറ്റർ പെട്ടെന്ന് ക്യാച്ച്. ഇനി നമുക്ക് ബട്ടർ റൈസ്. ഒരു സൈഡിൽ ബട്ടർ റൈസ്, അത് ബൗളിന്റെ ഷേപ്പിൽ തന്നെ വന്നിരിക്കുകയാണ്. ടൊമാറ്റോ, ചിക്കന്റെ ബ്രസ്റ്റ് പീസ്. നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ട് ബോയിൽഡ് വെജിറ്റബിൾസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, കോളിഫ്ലവർ. ബ്രൗൺ സോസ് ഇത് സാധാരണ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഷെഫ് ഉണ്ടാക്കിയതാണത്. ജസ്റ്റ് ഒന്ന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ബട്ടർ ആഡ് ചെയ്യട്ടെ. ചിക്കൻ സിസ്ലർ ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാണ്. ഗംഭീരായിട്ടുണ്ട്, നന്നായിരിക്കുന്നു. Feltron, the future is on. Dwaraka Vegetarian Restaurant, Sharjah. Friday and Saturday breakfast buffet. വെറും 19 dirhams മാത്രം. ഫോൺ 0657335995. മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്.
Greeting Al Madina Group, door to freshness. Homes no one wants to leave. Samson and Sons, builders and developers, Trivandrum. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. സൗന്ദര്യ സങ്കല്പങ്ങളിൽ തലമുടിയുടെ സ്ഥാനം ചെറുതല്ല. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുവാൻ ഏറെ വൈവിധ്യമാർന്ന ഒരു സ്ഥാപനമാണ് ഗേറ്റ്വേ ബ്യൂമോൺസ്. കൊച്ചു പയ്യനാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പം മുടി പോകാൻ തുടങ്ങി. നമ്മുടെ അടുത്ത് സാധാരണ 19 വയസ്സ് മുതൽ പയ്യന്മാർ വരാനുണ്ട്. ഈ പുള്ളിക്ക് ഇച്ചിരി കൂടുതലാണ്, 24 ഇയേഴ്സാണ്. എന്നാലും സ്വാഭാവികമായി ഒരു 27 ആകുമ്പോഴാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാവാറുള്ളത്. ബട്ട് ഈ പയ്യനിപ്പോൾ 24 വയസ്സിൽ തന്നെ ഏകദേശം മൊത്തം പോയി. അപ്പം പുള്ളിക്ക് ഭയങ്കര നാണക്കേട്. നമ്മൾ ഒരു പരുവത്തിൽ പുള്ളിയെ പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. തൊപ്പിട്ടുകൊണ്ടാണ് സാധാരണ പുള്ളി നടക്കാറ്. തൊപ്പിയിട്ട് ആരെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. തൊപ്പി ഇട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണ്. ഭയങ്കര നാണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വെളിയിലിറക്കാൻ പറ്റില്ല. ബട്ട് പുള്ളി ഈ ഭാഷക്കാരൻ അല്ലാത്തത് കൊണ്ട് പുള്ളി ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് പുള്ളീനെ. അപ്പം പുള്ളിയുടെ പ്രശ്നം നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കി. ഇത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന ഒരു ഹെയർ ഫിക്സിംഗ് ആണ്. എല്ലാവർക്കും സാധാരണ ഒരേ സ്റ്റൈല്, ഇങ്ങനെ സൈഡിലോട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈല് കൊടുത്തൊരു വിഗും വെച്ച് വിടുന്ന പരിപാടിയില്ല. ഇതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു സ്റ്റൈലിൽ, 24 വയസ്സെന്ന് പറഞ്ഞാൽ പയ്യന്മാരുടെ സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു ഫിക്സിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ലൈവായിട്ട് കാണും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തു. Most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing. നോക്ക് സർ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് നമ്മൾ പിള്ളേർ സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്പൈക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ വിഗ് വെക്കാൻ പറ്റുമോ? ഇത് വിഗല്ല, ഹെയർ ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്പൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഞങ്ങൾ മുടി വെച്ചതാണ്? ഇത്ര പെർഫെക്ഷനോടുകൂടി ഞങ്ങൾ ചെയ്തു തരും. ഇദ്ദേഹം മെയിൻ ടെക്നീഷ്യനാണ്. പുള്ളി നല്ല ഫിനിഷിങ്, ഫിലിം സ്റ്റാർസിനൊക്കെ ഇദ്ദേഹമാണ് ചെയ്യുന്നത്. അങ്ങനെ ഗേറ്റ്വേ ബ്യൂമോൺസിൽ എല്ലാം ട്രെയിൻഡ് സ്റ്റാഫാണ്, എല്ലാം എക്സ്പെർട്ടൈസ്ഡ് ആൾക്കാരാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് തരാനുള്ള കഴിവുള്ള മിടുക്കന്മാരെ ടെക്നീഷ്യൻസ് നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലുണ്ട്. ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തോ മെയിൻ സ്ഥലത്ത് വന്നാൽ മാത്രമേ നന്നായിട്ട് ചെയ്തു കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരം മുതൽ കാഞ്ഞങ്ങാട് വരെ ഉള്ള എല്ലാ ബ്രാഞ്ചസിലും, പ്ലസ് ബാംഗ്ലൂരിലും ഡൽഹിയിലും എല്ലാം എക്സ്പെർട്ടൈസ്ഡ് ടെക്നീഷ്യൻസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കണ്ടല്ലോ, ഈ മെറ്റീരിയൽ ഇമ്പോർട്ടഡ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല അസൽ മെറ്റീരിയലാണ്. അല്ലാതെ ചുമ്മാ ലോക്കൽ സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അത്രയ്ക്ക് പെർഫെക്ഷനുള്ള ജെന്യൂൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ് ചെയ്യുന്നത്. Most trusted hair fixing name in Kerala, Gateway Beaumont's hair fixing.
സ്നാനം അഥവാ കുളി ഭാരതീയന്, പ്രത്യേകിച്ച് കേരളീയന് ഒഴിച്ചുകൂടാനാവാത്ത ശീലമാണ്. മനുഷ്യരുടെ ആരോഗ്യ പരിപാലനത്തിന് കായികാഭ്യാസത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതിലൊന്നാണ് നീന്തൽ അഥവാ സ്വിമ്മിംഗ്. The most trusted hair fixing name in Kerala, Gateway Beaumont's Hair Fixing. ഫോക്കസിൽ നിന്നും ഇന്ന് എനിക്ക് വിടവാങ്ങാൻ സമയമായി. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അയക്കേണ്ട വിലാസം focus123@gmail.com. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി കാണാം. Until then, it's me, Sri, signing off. Tata. Hotel Joyce Palace Focus. This program is sponsored by ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം, Region Lake Palace Hotel, നീണ്ടകര, കൊല്ലം, കേരള. Samson and Sons, Builders and Developers, Trivandrum. Periyar Rice. Feltron, the future is on. Greeting Al Madina Group, door to freshness. Dwaraka Vegetarian Restaurant, Sharjah.